Data analysis using SPSS. In today's video, we are going to discuss about different types of graphs provided by SPSS. Graphs helps us to summarize and describe data. SPSS offers a series of graphs: bar chart, line chart, pie chart, box plot, histogram, etc. A simple bar chart presents a summary variable divided into discrete categories so that it's easy to compare the categories visually. ഇപ്പം 12th ബോർഡ് നമ്മൾ ചെയ്ത ഒരു എക്സാമ്പിളിൽ ഉള്ളതാണ്. അതിനകത്ത് സ്റ്റേറ്റ് ബോർഡ്, CBSE ബോർഡ്, അങ്ങനെ ആ ബോർഡ്സിൽ എത്ര ആൾക്കാർ, എത്ര ടൈപ്പായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കാറ്റഗറീസ് ആയിട്ട് കാണാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ബാർ നമുക്ക് വെർട്ടിക്കലിയോ ഹൊറിസോണ്ടലിയോ ഒക്കെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ 12th എക്സാം ബോർഡാണ് വേരിയബിളായിട്ട് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ഗ്രാഫായിട്ട് ബാർ ചാർട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഗ്രാഫ്സ് ഐറ്റം ക്ലിക്ക് ചെയ്യുക, ലെഗസി ഡയലോഗ്സ് എടുക്കുക, ബാർ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യുക. ഗ്രാഫ്സ് മെനു ഐറ്റത്തിൽ നിന്ന് ലെഗസി ഡയലോഗ്സിൽ നിന്ന് ബാർ ക്ലിക്ക് ചെയ്യാം. ബാർ ചാർട്ട് ഡയലോഗ് ബോക്സിൽ നിന്ന് സിമ്പിൾ സെലക്ട് ചെയ്യാം. സമ്മറീസ് ഫോർ ഗ്രൂപ്പ് ഓഫ് ക്ലാസ് ക്ലിക്ക് ചെയ്യാം. ഡിഫൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഡയലോഗ് ബോക്സ് ആണ് ഡിഫൈൻ സിമ്പിൾ ബാർ സമ്മറീസ് ഫോർ ഗ്രൂപ്പ് ഓഫ് കേസസ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫീൽഡാണ്, വേരിയബിളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് കേസസ് ആണ് വേണ്ടത്. 12th എക്സാം ബോർഡ് സെലക്ട് ചെയ്ത് വേരിയബിൾ കാറ്റഗറി ആക്സസിലേക്ക് വെക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ബോർഡ്, CBSE ബോർഡ്, IC ബോർഡ്, ഇത് നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കും. ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട്സ് ആർ യൂസ്ഡ് to display continuous data generally over time set against a common scale between the variables. It is used when the category axis is defined by an ordered series. The points can represent any set of values. Usually, it is ideal for determining the trend in the data. We'll see an example. സ്റ്റുഡൻസ് ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യുക. ഗ്രാഫ്സ്, ലെഗസി ഡയലോഗ്സ്, ലൈൻ ചാർട്ട് ഡയലോഗ് ബോക്സിൽ ഒരു വേരിയബിളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിമ്പിളും ഒന്നിലധികം വേരിയബിൾസ് സെലക്ട് ചെയ്ത് ലൈൻ ഗ്രാഫായി കാണണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിളും സെലക്ട് ചെയ്യുക. ഇവിടെ 2 മാർക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡാറ്റ ഇൻ ചാർട്ട് വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ കേസസ് ആണ്. അതിനുശേഷം ഡിഫൈൻ ക്ലിക്ക് ചെയ്യാം. ഡിഫൈൻ മൾട്ടിപ്പിൾ ലൈൻ വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ കേസസിൽ ഓരോ ലൈനും എന്ത് ആണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ മാർക്സ് ഓഫ് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ മാർക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും ആണ് ലൈൻസ് റെപ്രസെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് വിൻഡോയിൽ ഇതുപോലെ ഒരു ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. ഇതിൽ മാർക്സ് ഓഫ് മാർക്കറ്റിംഗ് ബ്ലൂ ലൈൻ കൊണ്ടും മാർക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബ്ലാക്ക് കളർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഏത് രീതിയിലുള്ള ലൈൻ ഗ്രാഫ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പൈ ചാർട്ട്. Pie chart shows the size of items in a single data series as a proportion to the sum of the items. The data points in a pie chart are commonly displayed as a percentage of the whole pie. It displays the contribution of a part to the whole. We'll see an example with gender as the variable. Students data set എടുക്കുക. ഗ്രാഫ്സ്, ലെഗസി ഡയലോഗ്സിൽ പൈ ചാർട്ട് സെലക്ട് ചെയ്യുക. പൈ ചാർട്ട് ഡയലോഗ് ബോക്സിൽ ഡാറ്റ ഇൻ ചാർട്ട് ആർ ഗ്രൂപ്പിൽ സമ്മറീസ് ഫോർ ഗ്രൂപ്പ്സ് ഓഫ് കേസസ് റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിഫൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിഫൈൻ പൈ സമ്മറീസ് ഫോർ ഗ്രൂപ്പ്സ് ഓഫ് കേസസ് ഡയലോഗ് ബോക്സിൽ സ്ലൈസസ് റെപ്രസെൻറ്റിൽ n
നമ്പർ ഓഫ് കേസസ് അത് ഓൾറെഡി ബൈ ഡിഫോൾട്ട് സെലക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഡിഫൈൻ സ്ലൈസസ് ബൈ, സ്ലൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തിനെ വെച്ചിട്ടാണ്? ജെൻഡറിനെ വെച്ചിട്ടാണ്. അപ്പോൾ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. ഔട്ട്പുട്ട് വ്യൂവറിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ആയിരിക്കും കാണുന്നത്. ഒരു പൈ ചാർട്ട്, ബ്ലൂ കളർ റെപ്രസെൻറ്റ്സ് മെയിൽ, ഗ്രീൻ കളർ റെപ്രസെൻറ്റ് ഫീമെയിൽ. Box plots. Box and whisker plot, also called as box plot. It incorporates 5 summary details of a variable. ഒരു വേരിയബിളിൻ്റെ മിനിമം, ഫസ്റ്റ് ക്വാർട്ടൈൽ, മീഡിയൻ, തേർഡ് ക്വാർട്ടൈൽ, മാക്സിമം ഇതൊക്കെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻസ് ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യാം. ഗ്രാഫ്സ്, ലെഗസി ഡയലോഗ്സ്, ബോക്സ് പ്ലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലഭിക്കുന്ന ബോക്സ് പ്ലോട്ട് ഡയലോഗ് ബോക്സിൽ സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. ഡാറ്റ ഇൻ ചാർട്ട് ആറിൽ സമ്മറീസ് ഓഫ് സെപ്പറേറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യാം. ഡിഫൈൻ ക്ലിക്ക് ചെയ്യാം. ഡിഫൈൻ സിമ്പിൾ ബോക്സ് പ്ലോട്ട് സമ്മറീസ് ഓഫ് സെപ്പറേറ്റ് വേരിയബിൾസ് ഡയലോഗ് ബോക്സിൽ ഏത് വേരിയബിൾ ആണ് ബോക്സസ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടുന്നത് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മാർക്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഇവിടെ ബോക്സസ് റെപ്രസെൻറ്റിൽ കൊടുക്കുന്നത്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് വ്യൂവറിൽ ഇങ്ങനെ ഒരു ബോക്സ് പ്ലോട്ട് ആയിരിക്കും കിട്ടുന്നത്. ദിസ് ലൈൻ മാക്സിമം, മിനിമം, ലോവർ ക്വാർട്ടൈൽ, മീഡിയൻ, അപ്പർ ക്വാർട്ടൈൽ, ദെൻ ഇതാണ് വിസ്കേഴ്സ്, ബോക്സ്, ദെൻ ലൈക്ക് ദാറ്റ്. Scatter plots. Scatter plots are used to plot data points on horizontal and vertical axis to visually illustrate how much one variable is affected by the other. The position of each dot values for an individual data point in relation to the variables is given in the vertical and horizontal axis. It is commonly used to show relationship between two continuous variables. This is usually used to identify correlational relationship between the variables. ഒരു എക്സാമ്പിൾ നോക്കാം. ഓപ്പൺ സ്റ്റുഡൻറ്റ് ഡാറ്റ സെറ്റ്, then click on graph menu item. From the legacy dialogs submenu, click scatter dot submenu item. Scatter dot dialog box appears. From that, select symbol scatter and then click on define button. Then you will get a symbol scatter dialog box. ഇവിടെ എക്സ് ആക്സിസിലേക്ക് മാർക്സ് ഓഫ് അക്കൗണ്ടിങ്ങും വൈ ആക്സിസിലേക്ക് മാർക്സ് ഓഫ് ഇൻകം ടാക്സും മൂവ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്കാറ്റർ പ്ലോട്ട് ഇങ്ങനെ ആയിരിക്കും. X-axis represents marks of marketing and Y-axis represents mark of income tax. Histogram. Histogram shows the distribution of variables in a quantitative variable by dividing the range into equally spaced intervals and plotting the count of cases in each interval as a bar. Histogram represents the frequency distribution of continuous variables. It appears similar to bar graph, but both are not same. Histogram is prepared for the continuous variables, but bar graph is actually the diagrammatic comparison of discrete variables. ഇവിടെ ഏജ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏജിനെ പല ഗ്രൂപ്പായിട്ട് ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഇൻ്റർവെല്ലും എന്തുമാത്രം ഏജസ് ആൾക്കാർക്കാണ് സിമിലർ ഏജസ് ഉള്ളതെന്നുള്ള രീതിയിൽ ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻറ്റ് ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യാം. ഗ്രാഫ്സ് മെനുവിൽ നിന്ന് ലെഗസി ഡയലോഗ്സ് എന്ന സബ് മെനു സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഹിസ്റ്റോഗ്രാംസ് എന്ന സബ് മെനു ഐറ്റം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഡയലോഗ് ബോക്സ് വരും. ആ ഹിസ്റ്റോഗ്രാം ഡയലോഗ് ബോക്സിൽ ഏത് വേരിയബിളിൻ്റെ ഹിസ്റ്റോഗ്രാം ആണോ കണ്ടുപിടിക്കേണ്ടുന്നത് ആ വേരിയബിൾ, ഇപ്പോൾ ഇവിടെ ഏജ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏജ് വേരിയബിൾ ബോക്സിലേക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ ബട്ടൺ അമർത്തുക. ഔട്ട്പുട്ട് വ്യൂവറിനകത്ത് നമുക്ക് കിട്ടുന്ന ഹിസ്റ്റോഗ്രാം ഇതാണ്. ഏജ് ഓഫ് ദ സ്റ്റുഡൻറ്റിനെ നോക്കിയാൽ അറിയാം. ഏജിനെ നമ്മൾ ഈക്വൽ ഇൻ്റർവെല്ലുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 0 to 20, 20 to 40, 40 to 60 അങ്ങനെ.
എന്നിട്ട് നമുക്കറിയാം 0 to 20 5 സ്റ്റുഡൻസിനാണ് ഏജ് ഉള്ളത്. 20 to 40 6 സ്റ്റുഡൻസിന്, 80 to 100 ഒരാൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഹിസ്റ്റോഗ്രാമിലൂടെ നമുക്ക് കിട്ടുന്നത്. Bivariate correlation. Simple bivariate correlation is a statistical technique that is used to determine the existence of relationships between two different variables. And this bivariate correlation is denoted by R, and its value ranges between +1 and -1. And ഈ വാല്യൂ ആണ് ആ റിലേഷൻ്റെ സ്ട്രെങ്ത് ഡെപിക്റ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ടിങ്ങിൻ്റെ മാർക്കും അതുപോലെ കോസ്റ്റിങ്ങിൻ്റെ മാർക്കും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അനലൈസ് ബട്ടൺ മെനു ഐറ്റം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിൽ നിന്ന് കോറിലേറ്റ് എന്ന സബ് മെനു ഐറ്റം ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്നും ബൈവേരിയേറ്റ് എന്ന് പറയുന്ന സബ് മെനു ഐറ്റം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈവേരിയേറ്റ് കോറിലേഷൻസ് എന്ന ഡയലോഗ് ബോക്സ് കിട്ടുകയും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസിനെ വേരിയബിൾസ് ബോക്സിലോട്ട് മാറ്റുകയും വേണം. അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ കോസ്റ്റിങ്ങുമാണ് നമ്മൾ വേരിയബിൾ ബോക്സിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഔട്ട്പുട്ട് വ്യൂവറിൽ ഇതുപോലെ ഒരു കോറിലേഷൻ മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഇവിടെ കോറിലേഷൻ 0.686 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ചെറിയ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.